കോവിഡ് കാലത്തും സാധാരണക്കാരെ പിഴിഞ്ഞ സ്വകാര്യ ആശുപത്രികൾ. 5 ദിവസത്തെ കോവിഡ് ചികിത്സയ്ക്ക് പാലക്കാട്ടെ ലക്ഷ്മി ആശുപത്രി ഈടാക്കിയത് 68,778 രൂപ. മമ്പറം സ്വദേശിയായ പ്രജിത്തിന് സാധാരണ ചികിത്സാ റൂമിന് മാത്രം ആശുപത്രി വാങ്ങിയത് 37,500 രൂപയാണ്. ഓഗസ്റ്റ് 2-നാണ് കുന്നംകാട് മമ്പറം സ്വദേശിയായ പ്രജിത്ത് കോവിഡ് ചികിത്സയ്ക്ക് പാലക്കാട് ലക്ഷ്മി ആശുപത്രിയിലേക്ക് എത്തുന്നത്. സ്റ്റാർ ഇൻഷുറൻസ് എടുത്തിരുന്ന പ്രജിത്ത് ഇക്കാര്യം ആശുപത്രി അധികൃതരെ ആദ്യ ദിവസം തന്നെ അറിയിക്കുകയും ചികിത്സാ ചിലവ് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും ഈടാക്കാമെന്ന് ആശുപത്രി ഉറപ്പു നൽകുകയും ചെയ്തു. എന്നാൽ 5 ദിവസം ചികിത്സ തേടിയതിന് ആശുപത്രി വിലയിട്ടത് 68,778 രൂപ. ക്യാന്റീന് ചാർജ് 550 രൂപ, റൂം ചാർജ് 37,500 രൂപ, ലാബ് ഫീസ് 2,940 രൂപ, ആംബുലൻസ് ചാർജ് 300 രൂപ, ഔട്ട്സൈഡ് ഇൻവെസ്റ്റിഗേഷൻ 4,000 രൂപ, ECGക്ക് 300 രൂപ, എക്സ്റേക്ക് 500 രൂപ, മരുന്നുകൾക്ക് 22,688 രൂപയടക്കം 5 ദിവസത്തേക്ക് ആകെ 68,778 രൂപ. അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ലാത്ത റൂമിന് 37,500 രൂപ വിലയിട്ട് ഈ കോവിഡിന്റെ മറവിൽ സ്വകാര്യ ആശുപത്രികൾ സാധാരണക്കാരെ പിഴിയുന്നത് ഇപ്പോൾ നിത്യസംഭവമാവുകയാണ്. സംഭവം ഇൻഷുറൻസ് കമ്പനിയെ അറിയിച്ചപ്പോൾ വിവരങ്ങൾ ആശുപത്രി തരുന്നില്ലെന്നായിരുന്നു മറുപടി. 1.5 വർഷമായി ജോലിയില്ലാതിരിക്കുന്ന പ്രജിത്ത് ഇത്ര ഭീമമായ തുക ഈടാക്കിയ ആശുപത്രിക്കെതിരെ പാലക്കാട് സൗത്ത് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. ഇവിടെ അഡ്മിറ്റ് ആവാൻ വരുന്നതിന് മുന്നേ ചോദിച്ചിരുന്നു, ഇന്നപോലെ സ്റ്റാർ ഹെൽത്തിൻ്റെ കാർഡാണ്, കാർഡ്ലെസ് ആണ്, മറ്റേ ക്യാഷ് ഇല്ലാതെ ക്യാഷ് വേണ്ട കാർഡ്ലെസ് ആയിട്ട് പൊക്കോളെന്ന് പറഞ്ഞ് 3 വട്ടം വിളിച്ച് വെച്ച് കൺഫേം ചെയ്തിട്ടാണ് ഞാനിവിടെ വന്ന് അഡ്മിറ്റ് ആയത്. അത് കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ ഇവർ പറയുന്നത് ഇതിൽ പകുതി ക്യാഷ് ഞാൻ അടയ്ക്കണം എന്നാണ്. ഈ മൊത്തം 68 സംതിങ് വരുന്നുണ്ട്. അതിൽ 27,000 സംതിങ് രൂപയോളം ഞാൻ അടയ്ക്കണം. ബാക്കി 40,000 സംതിങ് രൂപ ഇപ്പോൾ അവർക്ക് കിട്ടിപ്പോയിച്ചിട്ടുണ്ട്. സ്റ്റാർ ഹെൽത്ത് കൊടുത്തു എന്നാണ് പറഞ്ഞത്. ബാക്കിയുള്ള എമൗണ്ട് അടയ്ക്കാനില്ല. ഇപ്പോൾ 1 വർഷമായിട്ട് ജോലിയില്ലാതിരിക്കുകയാണ്. ഞാനിതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് ഞാനിവിടെ ചോദിച്ച് കൺഫേം ചെയ്തിട്ടാണ് ഇവിടെ അഡ്മിറ്റ് ആയത്. അതല്ലെങ്കിൽ ഞാൻ വേറെ ഹോസ്പിറ്റലിൽ നോക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഇവർ അത്രയും കൺഫേം പറഞ്ഞപ്പോഴാണ് ഇവർ ശരി നിങ്ങൾ വന്നോളൂ, കാർഡ് എടുത്തിട്ട് വന്നോളൂ, പ്രശ്നമില്ല, ഇവിടെ അഡ്മിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോഴാണ് ഇവിടെ വന്ന് അഡ്മിറ്റ് ആയത്. ഈ ലാസ്റ്റ് സമയത്ത് ഇപ്പോൾ ക്യാഷ് അടയ്ക്കാൻ പറഞ്ഞാൽ ഒരു നിവൃത്തിയില്ല, ഒന്നുമില്ല, ഒന്നും ചെയ്യാനും കഴിയില്ല. ഇതാണ് സത്യാവസ്ഥ. അല്ല ക്യാഷ് ഉണ്ടായിട്ടല്ല, ഇല്ല. 1 വർഷം 1.5 വർഷമായി ജോലിയില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ ഒരു റൂമിന് റെൻറ്റ് ഇട്ടിരിക്കുന്നത് 3,500-3,700 രൂപയാണ് റെൻറ്റ് ഇട്ടിരിക്കുന്നത്. ഒരു AC റൂം എടുത്താൽ പോലത്തെ റെൻറ്റില്ല. അതേമാതിരി പകൽക്കൊള്ളാന്ന് പറഞ്ഞാൽ അതുമാതിരി ഇവിടെ അഴിമതി നടന്നുകൊണ്ടിരിക്കണം. കാരണം നമ്മളെപ്പോലെയുള്ളവർ ഒരുപാട് പാവങ്ങൾ ഇവിടെ അഡ്മിറ്റ് ഉണ്ട്. ഈ സാഹചര്യത്തിൽ 1 രൂപ എടുക്കാൻ വഴിയില്ലാത്ത സമയങ്ങളിൽ ഇവരിങ്ങനെ നമ്മളെ അടിച്ചേൽപ്പിക്കുകയാണ് നിർബന്ധിച്ചിട്ട്. ഇൻഷുറൻസിനടുത്ത് ചോദിച്ചപ്പോൾ ഇവർ പറയണത് ഇൻഷുറൻസ് റിജക്റ്റ് ചെയ്തു, നിങ്ങൾ കയ്യിൽ നിന്ന് ക്യാഷ് വെക്കാനാണ് നമ്മൾ നിർബന്ധിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഞങ്ങളുടെ അടുത്ത് ഒരു പൈസയില്ല, ഒരു വഴിയില്ല എന്ന് പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കിയപ്പോഴാണ് അവർ ശരിയെന്ന് പറഞ്ഞിട്ട് പിന്നെ ആയിരുന്നു ഇവിടുന്ന് കംപ്ലീറ്റ് മെസ്സേജുകളും അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. സ്റ്റാറായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ടു. അപ്പോൾ അവർ പറയുന്നത് ഇവരൊന്നും അയച്ചു കൊടുക്കുന്നില്ല, ഇവിടുത്തെ ഡീറ്റെയിൽ അയച്ചു കൊടുത്താൽ മാത്രമേ നമുക്ക് അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ, ഇവരൊന്നും അയച്ചു കൊടുത്തിട്ടില്ല. അപ്പോൾ ഞങ്ങളിൽ പൈസ ഇല്ല എന്നുള്ളത് അത്രയും പ്രശ്നം അറിയിച്ചതിന് ശേഷമാണ് അവർ ഇൻഷുറൻസ് ചെയ്തത്. ഈ 78,000-ൽ 40,000 അവർ ഇതാക്കിയിട്ടുണ്ട്. ബാക്കി ഇവർ അതേഴ്സിന് കൊടുത്തിരുന്നാണ് അവർ കമ്പനി പറയുന്നത്. അതിൻ്റെ ഡീറ്റെയിൽ ഇവർ തരുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾക്കത് ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പോൾ അവർ പറയുന്നത്. ഇതിപ്പോൾ നമ്മളെയും വെച്ച് ഒരുപാട് പാവങ്ങളും കൃഷിപ്പണി ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അവരൊക്കെ വന്ന് അതിന് മുകളിൽ നിന്ന് എടുത്ത് ചാടി ചാവാൻ നിർവാഹമുള്ളൂ. കാരണം അത്രയും മോശമായ സിറ്റുവേഷനിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതൊരു ഗുണ്ടായിസം കൊള്ളയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാർക്കും താങ്ങാൻ കഴിയില്ല. UTV ന്യൂസ്, പാലക്കാട്.